ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒരു ലോങ് ബ്രേക്കിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് എൻ്റെ ചാനലിൽ വന്നിട്ടുള്ളത്. ഓൾമോസ്റ്റ് ഒരു 1 ഇയർ ആയിട്ട് ഞാൻ ഓഫ്ലൈൻ ക്ലാസ്സിന് തന്നെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ കാലിക്കറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കോച്ചിങ് സെന്ററിൽ. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ വിചാരിച്ചത് യൂട്യൂബും വീട്ടിലെ കാര്യങ്ങളും സ്റ്റഡീസും എല്ലാം കൂടെ ഒരുമിച്ച് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതായിരുന്നു. സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ആക്ച്വലി എനിക്ക് മനസ്സിലായത് ഇത് ഒരു നടക്ക് പോകില്ല എല്ലാം കൂടെ എന്നുള്ളത്. കാരണം എന്നെ സംബന്ധിച്ച് യൂട്യൂബ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സേക്കിന് വേണ്ടി ചെയ്യാന്നല്ലാതെ ഞാന് ചെറിയൊരു പെർഫെക്ഷനിസ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്റെ വീഡിയോസ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാല് നല്ല ക്വാളിറ്റി ഉള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആവണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് സ്റ്റഡീസ് അല്ലെങ്കിൽ യൂട്യൂബ് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് രണ്ടും ഒരു ആവറേജ് രീതിയിൽ ചെയ്യുന്നതിനേക്കാളും നല്ലത് ഏതെങ്കിലും ഒന്ന് നല്ലപോലെ കൊണ്ടുപോകാൻ തോന്നിയപ്പം ഞാൻ യൂട്യൂബിന് ചെറിയൊരു ബ്രേക്ക് എടുത്തത്. പക്ഷെ അത് ഇത്രയും വലിയൊരു ബ്രേക്ക് ആവുന്നുള്ളത് ഞാൻ പോലും എക്സ്പെക്ട് ചെയ്തില്ല. ഇനി നമുക്ക് സ്റ്റഡി വ്ളോഗിനെ കുറിച്ച് സംസാരിക്കാം. അപ്പൊ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 18th ജൂലൈ, അതായത് നമ്മുടെ പ്രിലിംസ് സ്റ്റേജ് 1 and 2 ഉണ്ടായിരുന്നില്ലേ, ആ ഒരു ദിവസം ഞാൻ ഷൂട്ട് ചെയ്ത വീഡിയോ. അപ്പൊ ഞാൻ 10:30 ആയപ്പോൾ തന്നെ പഠിക്കാനിരുന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ യൂഷ്വലി അങ്ങനെയാണ് ചെയ്യുക. അന്ന് ഞാൻ കുറച്ച് 10 മിനിറ്റ് ലേറ്റ് ആയി, 10:40 ആയി. പക്ഷെ എന്നിരുന്നാലും ഞാൻ ആ ഒരു ടൈം ആകുമ്പോൾ ഇരിക്കും. പൊമോഡോറോ ടെക്നിക്കാണ് ഫോളോ ചെയ്യുക. അപ്പം എൻ്റെ ഒരു ടെക്നിക്കിൽ 1 hour പഠിക്കും, എന്നിട്ട് 10 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കും, പിന്നെ 1 hour പഠിക്കും, 10 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കും. അങ്ങനെ യൂഷ്വലി ചെയ്യുക. അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്താൽ ഒരു 1.5 hours വരെ അങ്ങനെ പോവുള്ളൂ. അപ്പം ഞാനിപ്പം ഫസ്റ്റ് സെഷൻ ഇരുന്നു. അത് കഴിഞ്ഞ് 10 മിനിറ്റ്സ് ബ്രേക്കിലാണ് ഞാനിത് ഇതുപോലത്തെ ക്ലീനിങ് കാര്യങ്ങൾ അങ്ങനെ ചെറുത് എന്തെങ്കിലും ചെയ്യുള്ളൂ. മൊബൈൽ സ്ക്രോൾ ചെയ്താൽ പിന്നെ നമ്മൾ ചെയ്ത് അവിടെ ഇരിക്കുമല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ക്ലീനിങ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോകും. അതും 10 മിനിറ്റിനുള്ളിൽ തീർത്തിട്ട് അടുത്ത സെഷന് വന്നിരുന്നു. അപ്പം ഞാൻ SCRT ആണ് ഫസ്റ്റ് നോക്കിയത്. രണ്ടാമത്തെ സെഷനിലും അത് തന്നെയാണ്. കാരണം ഞാനൊരു 3-4 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പം ഇത് പ്രിലിംസ് എക്സാമിന് മുന്നേ ആണല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ ആ സമയത്ത് SCRT റിവിഷൻ ചെയ്യാം, മാക്സിമം റിവിഷൻ ചെയ്യാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇപ്പം ഞാൻ NCRT ആണ് ഫോക്കസ് ചെയ്യുന്നത്. അത് വേറെ കാര്യം. റീസൺ വേറെ ഒന്നും കൊണ്ടല്ല. കാരണം ഞാൻ SCRTക്ക് എനിക്ക് ചെറിയൊരു കോൺഫിഡൻസ് ഉണ്ട്. കാരണം സെലക്റ്റീവ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ നോക്കി ഞാൻ പഠിച്ചതുകൊണ്ട് എനിക്ക് കിട്ടും എന്നുള്ളത്. NCRT ഞാൻ ഒട്ടും നോക്കാത്തൊരു ഏരിയ ആണ്. അപ്പം ഞാൻ എൻ്റെ അടുത്തൊരു ബുക്ക് ഉണ്ട്, റീഫോക്കസ് എന്ന് പറഞ്ഞിട്ട്, ഞാൻ അതാണ് റെഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഞാൻ വലിയൊരു ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു 1.5 മണിക്കൂർ. സാധാരണ ഇത്ര വലിയ ബ്രേക്ക് എടുക്കാറില്ല. പക്ഷെ അന്ന് കിച്ചൺ ഭയങ്കര മെസ്സി ആയിരുന്നു. എനിക്കാണെങ്കിൽ ഇങ്ങനെ ഓർഗനൈസ്ഡ് അല്ലാതെ ക്ലീൻ അല്ലാതെ ഇരുന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം യൂഷ്വലി ഇത്ര ലോങ് ബ്രേക്ക് ഞാൻ എടുക്കാറില്ല. ഇതൊരു 1.5 മണിക്കൂർ എടുത്തിട്ടാണ് ഞാൻ ഇത് മുഴുവൻ ക്ലീൻ ചെയ്ത് ഇങ്ങനെ ആക്കിയത്. പിന്നെ ഫുഡ് ഓൾറെഡി പ്രിപ്പയർഡ് ആയതുകൊണ്ട് ആ സമയം ലാഭിച്ചു. പക്ഷെ ക്ലീൻ ചെയ്ത് ആ ലാഭിച്ച സമയം അവിടെ പോയി എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഫുഡൊക്കെ വേഗം ചൂടാക്കി. അത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് കുളിച്ചിട്ട് വേണം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. വീഡിയോസ് പ്ലേ ചെയ്തുകൊണ്ടിട്ടാണ് ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പം ഞാനൊന്ന് ഫ്രഷ്നപ്പ് ആവാൻ പോയിട്ടുണ്ട്. രാവിലെയൊക്കെയാണ് ഞാൻ അധികം റിവിഷൻ ചെയ്യാൻ വേണ്ടി കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ, ക്വസ്റ്റ്യൻസ് ഒക്കെ കംപ്ലീറ്റ് ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്തില്ലെങ്കിലും കുറച്ചെങ്കിലൊക്കെ കാര്യങ്ങൾ മൈൻഡിലേക്ക് കയറും. അങ്ങനെ ഇപ്പം ടൈം ഒരു 2:30 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഞാൻ വേഗം ലഞ്ച് എടുത്ത് വെച്ച് കഴിച്ചു. പിന്നെ എനിക്ക് ഈ ഫുഡ് കഴിച്ചിട്ടുള്ള ഈ ഒരു ടൈമിലാണ് നല്ല ഉറക്കം വരുന്നത്. അപ്പോൾ ഞാൻ ഉറക്കം വരാതിരിക്കാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ PYQ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അപ്പം ഞാൻ PYQ ചെയ്യുന്നത്, എനിക്ക് പൊതുവേ മടിയുള്ള ഒരാളാണ്. കാരണം ആ സമയത്ത് വേറെ എന്തെങ്കിലും പഠിച്ചാലോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു എനിക്ക് ആദ്യമൊക്കെ. എനിക്കറിയാം അത് ഇമ്പോർട്ടൻ്റ് ആണ്, എന്നാലും എന്തോ ഒരു മടി. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി ഞാനത് കൺസിസ്റ്റൻ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ പോലും ഡെയിലി ചെയ്യില്ല. ഇന്നിപ്പം PYQ ടൈമറൊക്കെ സെറ്റ് ചെയ്ത് OMR ഒക്കെ എടുത്ത് ചെയ്യുകയാണെങ്കിൽ അടുത്ത ദിവസം അതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കിയിട്ട് അറിയാത്ത കാര്യങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കും. പിന്നെ അതിൻ്റെ അടുത്ത ദിവസം OMR ചെയ്യും. അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ഫോളോ ചെയ്യുന്നു പോകുന്നത്. ഞാൻ പറഞ്ഞില്ല, ഒരു 2-3 വീക്സ് ആയിട്ട് മാത്രം. ആദ്യമൊക്കെ ആരംഭശൂരത്വം എന്നൊക്കെ പറയുന്ന പോലെ ഞാൻ ഡെയിലി OMR ചെയ്യും, ഡെയിലി കറക്ഷൻ നോട്ട്ബുക്കിൽ എഴുതിയൊക്കെ ചെയ്യുമ്പോൾ അതിന് വേണ്ടി മാത്രം ഒരു 4 മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യേണ്ടി വരുമായിരുന്നു. അതുകൊണ്ട് തന്നെ ചില ദിവസം പഠിത്തം എന്ന് പറഞ്ഞാൽ അത് മാത്രമായി പോകാറുണ്ടായിരുന്നു. അപ്പം ഞാൻ തന്നെ സ്വയം റിസർച്ച് ചെയ്ത് കണ്ടെത്തിയ ഒരു സിസ്റ്റമാണിത്. അപ്പം അന്ന് എനിക്ക് OMR ചെയ്യാൻ ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ മാത്സ് ആണ് വർക്കൗട്ട് ചെയ്തത്. ഈ തൊഴിൽ വാർത്ത, തൊഴിൽ വീതി പോലുള്ള മാഗസിൻസ് സെൽഫ് സ്റ്റഡി ചെയ്യുന്നവർക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തില്ലെങ്കിൽ എന്തായാലും ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം അതിൽ CAയും നോക്കി. അപ്പോഴേക്കും മോനെ പിക്ക് ചെയ്യാൻ ടൈം ആയതുകൊണ്ട് മോനെ പിക്ക് ചെയ്ത് വന്നു. മോൻ ഈവനിങ് വന്നു കഴിഞ്ഞാൽ പിന്നെ മാക്സിമം ഞാൻ മോൻ്റെ കൂടെ തന്നെ ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കാറുണ്ട്. ഇൻ കേസ് ഏതെങ്കിലും ദിവസം മാത്രം ചിലപ്പോൾ മോൻ ഉറങ്ങിപ്പോവും. അപ്പം അന്ന് ഒരു 4:30 ഒക്കെ ആയപ്പോൾ മോൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അന്ന് ഞാനൊരു 4:30 to 5:30 വരെ റാങ്ക് ഫയൽ നോക്കി. പിന്നെ ഞാനൊരു ലോങ് ബ്രേക്ക് എടുത്തു. കാരണം ഡിന്നർ, കുക്കിംഗ് എല്ലാം കൂടി ഉണ്ടായിരുന്നു. ഒരു 8 o'clock ആയപ്പോഴാണ് എൻ്റെ ലാസ്റ്റ് സെഷന് ഞാനിരുന്നത്. ഞാൻ ലേറ്റ് നൈറ്റ് അത് ഇരിക്കാറില്ല. മാക്സിമം 10:30, 11 ആകുമ്പോഴത്തേക്ക് സ്റ്റോപ്പ് ചെയ്യും. രാവിലെ എണീറ്റിട്ടാണ് ഇപ്പോൾ പഠിക്കാൻ നോക്കാറ്. അന്നത്തെ ഒരു പ്ലാൻ അനുസരിച്ച് ഒരു 90% എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. സ്റ്റേജ് 1 and 2 പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ നോക്കണം എന്നുണ്ടായിരുന്നു. അത് മാത്രം ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അടുത്ത ദിവസം മൺഡേയിലേക്ക് പോസ്റ്റ്പോൺ ചെയ്തു. പക്ഷെ കുഴപ്പമില്ല, 90% കംപ്ലീറ്റ് ചെയ്യാൻ
പറ്റിയതിൽ ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. PSC പോലെ ഹൈലി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളൊരു എക്സാം ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹാർഡ് വർക്ക് മാത്രം പോരാ, സ്മാർട്ട് വർക്കും കൂടെ വേണം. പക്ഷേ ഇതിൻ്റെ എല്ലാം ഒരു ബേസ് എന്ന് പറയുന്നത് പ്ലാനിങ് തന്നെയാണ്. ഒരു സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് 3 കാര്യങ്ങളാണ് മൈൻഡിൽ വേണ്ടത്. ഫസ്റ്റ്, എത്ര അവേഴ്സ് പഠിക്കാൻ കിട്ടുന്നുള്ളത് നോക്കുക. സെക്കൻഡ്, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. തേർഡ്, വീക്ക് ആയിട്ടുള്ള ഏരിയ. ഇത്രയും കാര്യങ്ങൾ മൈൻഡിൽ വെച്ചിട്ട് വേണം നമ്മൾ ടു ഡു ലിസ്റ്റ് പ്ലാൻ ചെയ്യാൻ. ഇങ്ങനെ സ്മാർട്ടായിട്ടൊരു ടു ഡു ലിസ്റ്റ് പ്ലാൻ ചെയ്ത് ഞാൻ ചെയ്യുന്ന പോലെ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ PYQയും കൂടെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മാർക്ക് ഇംപ്രൂവ് ആവുന്നുള്ളതിൽ ഞാൻ ഗ്യാരണ്ടി. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് വരെ കണ്ടതിൽ ഒരുപാട് താങ്ക്സ്. കൂടുതൽ ഇൻഫർമേറ്റീവ് ആൻഡ് സ്റ്റഡി ചാലഞ്ച് വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.